എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹീറോയും അരങ്കാറും അവർ രണ്ടുപേരും തമ്മിൽ നല്ല അട്ടിയിടി ബഹളം. ഹീറോ ആണെങ്കിൽ അവന്റെ ഹോലോ പവറിനെ കൺട്രോൾ ചെയ്ത് അല്പനേരം ഫൈറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും നോർമലായി മാറി ബാങ്കായി ഫോം ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അരങ്കാറിനാണെങ്കിൽ ഹീറോയുടെ ആ ഒരു ഹോലോ ഫോമിൽ അവനോട് ഫൈറ്റ് ചെയ്യണം. ഹീറോ ആണെങ്കിൽ അവന്റെ വെപ്പൻ ഉപയോഗിച്ച് ആ അരങ്കാറിന്റെ വെപ്പൻ അതങ്ങനെ അച്ചറം പൊച്ചറം തകർത്ത് കളയാണ്. പക്ഷെ അപ്പോഴും അരങ്കാറ് അത് ഫുൾ കോൺഫിഡൻസിൽ ഹീറോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. ഹീറോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഹീറോ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു അരങ്കാറ് ഹോളോ കുഞ്ഞിപ്പെണ്ണിനെ അങ്ങനെ ലക്ഷ്യമിടുകയാണ്. ആ അരങ്കാറാണെങ്കിൽ കൈനീട്ടി ഇപ്പൊ ഹോലോ കുഞ്ഞിപ്പെണ്ണിനെ അവളെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കും. അതിൽ കൺട്രോൾ പോയ ഇച്ചിഗോ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഹോളോ ഫോമിലേക്ക് മാറി അവന്റെ നേർക്ക് പാഞ്ഞടുക്കും. ഹീറോ ആണെങ്കിൽ അവന്റെ മോൺസ്റ്റർ ഫോമില് അവന്റെ സ്ക്വാഡ് എടുത്ത് അതിനെ ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു വെട്ടില് അത് രണ്ടായി പിളർന്ന് ചോര അങ്ങനെ തെറിക്കും. പക്ഷെ അപ്പോഴും ആ അരങ്കാരനാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. സെക്കൻഡുകൾ കൊണ്ട് അതിന്റെ ബോഡി അത് പഴയതുപോലെ ആക്കി മാറ്റി ഹീറോയുമായിട്ട് വീണ്ടും പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റ് ആണെങ്കിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോ ഹീറോ അവനെ തള്ളി മാറ്റി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അത് കണ്ട് വീണ്ടും അവൻ ചിരിക്കും. അടുത്ത നിമിഷം ആ അരങ്കാറിനടുത്തേക്ക് ഇപ്പൊ ഐസന്റെ വലിയൊരു ബറ്റാലിയൻ ടീം തന്നെ കടന്നു വരികയാണ്. ആ അരങ്കാറാണെങ്കിൽ ഇപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നേ? ഐച്ചിഗോ അവനൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഓപ്പണന്റ് മാത്രമാണ്. അവനെ തകർക്കാൻ ഞാൻ തന്നെ ധാരാളം. അത് കേട്ട് ആ ഓപ്പോസിറ്റുള്ള ടീം അവനാണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇച്ചിഗോ അവനാണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കാതെ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിപ്പെണ്ണുമായി ഒറിബേരടുത്തെത്താനായിട്ട് ശ്രമിക്കും. ഇവിടെ ആ ഹോലോ ആണെങ്കിൽ ബാക്കിയുള്ള ഹോലോ ടീമിനെ തടയാൻ ശ്രമിക്കുകയാണ്. കാരണം അവനിപ്പോ കുറേശ്ശെ ഇച്ചിഗോയെ ഇഷ്ടമായി തുടങ്ങി. അവൻ അറിഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞിപ്പെണ്ണിനെയും ഇച്ചിഗോയെയും അതുവഴി പോവാൻ സമ്മതിച്ചത്. ആ അരങ്കാസ് ടീമാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ ആ ഒരു അരങ്കാരനെ അവനെ പിടിച്ചു വലിച്ച് അച്ചരം പൊച്ചരം വെട്ടി അവനെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഐസൻ അവന്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുകയാണ്. അവരുടെ ടീമിൽപ്പെട്ട ഹോലോസ് മരിച്ചുപോയ കാര്യങ്ങൾ അത് അവര് ഐസനെ അറിയിക്കും. ഐസൻ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സിറ്റുവേഷൻ അതിപ്പോ വളരെ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവര് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ കാര്യം മനസ്സിലാക്കിയ ഐസൻ ആളാണെങ്കിൽ ഇപ്പൊ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ടീമിനോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. ഐസൻ ആണെങ്കിൽ അവനെ പണിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ സമയം ഒരു പിങ്ക് തലയൻ അവിടേക്ക് വരികയാണ്. അവനെ കണ്ട ഐസൻ അവനാണെങ്കിൽ ഷോക്കായിട്ട് വണ്ടറടിച്ച് അവനെ തന്നെ നോക്കും. ഉടനെ ആ പിങ്ക് മുടിയൻ ഈ ഐസനോട് മാപ്പപേക്ഷിക്കും. ഐ എം റിയലി സോറി. ഈ തെറ്റ് അതെന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചതാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് അവർ എക്സിക്യൂഷൻ ചെയ്യാനുള്ള ഉദ്ദേശം പാസ് ചെയ്തില്ല. അവരെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സോൾജിയേഴ്സിനെ നഷ്ടപ്പെട്ടതും അവരിപ്പോ സാങ്ഷന്റെ അകത്തേക്ക് കയറി വന്നതും. അത് കേട്ട് ഈ ഐസനാണെങ്കിൽ ടെൻഷൻ ആവും. പക്ഷെ ആ പിങ്ക് മുടിയൻ അവൻ സാധാരണക്കാരനല്ല. ഐസന്റെ ടീമിൽ വെച്ച് ഏറ്റവും പവർഫുള്ളും ഇന്റലിജന്റും ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ആ സയന്റിസ്റ്റ് ആണെങ്കിൽ തീർത്തു പറയും, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. സോ ഞാൻ തന്നെ ഇത് റിസോൾവ് ചെയ്യും. ഇത്രയും വേഗം ബറ്റാലിയൻസ് എല്ലാം ഉപയോഗിച്ച് ഞാൻ അവരെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കും. അവന്റെ മറുപടി കേട്ട് ഐസൻ ചിരിക്കും. ഉടനെ ഗിൻ അവിടേക്ക് വന്ന് ഐസനോട് ചോദിക്കും, നിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോൾജിയറാണ് കൊല്ലപ്പെട്ടത്, എന്നിട്ടും നീ ചിരിക്കുകയാണോ? അതിന് ഐസൻ ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, എനിക്കതില് യാതൊരു കുഴപ്പമില്ല. എവിടേക്ക് വന്ന ഇൻക്ലൂഡേഴ്സ് അവർ നല്ല പവർഫുൾ ആണ്. അവരുടെ കയ്യിലും ടാക്ടിക്കൽ ആയിട്ടുള്ള നല്ല മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. എന്റെ അലങ്കാസ് മരിച്ചതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയും ആ ഇച്ചിഗോ ടീമിനെ മുൻപോട്ട് വിടാൻ പറ്റില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കണ്ണാടി പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ഓപ്പണന്റിന്റെ പവറൊക്കെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവളുടെ കയ്യിലുള്ള നീളമുള്ള റോപ്പും അതിന്റെ അറ്റത്തെ വെപ്പനും അതുപയോഗിച്ച് നല്ല ഫോഴ്സിൽ കറക്കി ഇപ്പൊ കണ്ണാടി പയ്യനെ അച്ചറ പൊച്ചറ അറ്റാക്ക് ചെയ്യും. കണ്ണാടി പയ്യനാണെങ്കിൽ ഓരോ അറ്റാക്കിൽ നിന്നും ഇടയ്ക്ക് അങ്ങനെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അവളുടെ പവറും സ്കില്ലും ഒക്കെ കണ്ട് കണ്ണാടി പയ്യൻ ഒരു സെക്കൻഡ് ഞെട്ടി അവളെ തന്നെ നോക്കുകയാണ്. അവളാണെങ്കിൽ നിർത്താതെ അവളുടെ കയ്യിലുള്ള വെപ്പൻ വെച്ച് അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ ഓരോ അറ്റാക്കും ഡൗട്ട് ചെയ്ത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് തെന്നി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവൾ പവർഫുള്ളായി വീണ്ടും അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ ഓരോരോ പില്ലറുകൾക്കിടയിലൂടെ ഓടി ആ പില്ലറുകൾക്കെല്ലാം പിന്നിലായിട്ട് അവൻ ഒളിച്ചു നിൽക്കും. അവൾ രണ്ടാമൊന്നും ചിന്തിക്കാതെ ആ പില്ലേഴ്സ് അതെല്ലാം തന്നെ അങ്ങനെ അട്ടിച്ച് നികത്തുകയാണ്. ആ ലേഡിക്കാണെങ്കിൽ കൺട്രോൾ പോവും. കാരണം അവളുടെ സ്ട്രെങ്ത്തും അറ്റാക്കിംഗ് മൂവ്മെന്റ് ഒക്കെ എത്ര ഉപയോഗിച്ചിട്ടും കണ്ണാടിപ്പയ്യന്റെ ബോഡിയിലാണെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും വീഴുന്നില്ല. അവൾ കൺട്രോൾ പോയി അങ്ങനെ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് വാ, നിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് എന്നോട് ഫൈറ്റ് ചെയ്.
ഈ റൂമിലാണെങ്കിൽ ഒരുപാട് പില്ലേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്റെ അറ്റാക്ക് എല്ലാം തന്നെ മിസ്സാവുകയാണ്. എന്റെ അറ്റാക്കും മൂവ്മെന്റും അതെല്ലാം തന്നെ ഈ പില്ലേഴ്സിൽ ആഞ്ഞടിച്ച് പില്ലേഴ്സ് അത് തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടിപ്പയനാണെങ്കിൽ അവൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവൾ അവനെ ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുകയാണെന്ന്. ആദ്യം ഇവളുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം, അതിനുശേഷം എത്രയും വേഗം ഒർഹിബയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ പവർ എങ്ങനെ റിലീസ് ചെയ്ത് മുൻപോട്ടേക്ക് ഓടുകയാണ്. അവൻ രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ ആ അരങ്കാർ ലേഡി അവളാണെങ്കിൽ വീണ്ടും അവളുടെ വെപ്പൻ അവന് നേരെ വലിച്ചെറിയും. അത് കറക്റ്റായിട്ട് അവന്റെ ദേഹത്ത് വന്ന് അടിച്ച് നല്ല ഡീപ്പായിട്ട് പരുക്ക് പറ്റി അവൻ തെറിച്ച് വീഴുകയാണ്. കട്ട് ചെയ്താ ഇവിടെ റാഞ്ചിയും ആ കുഞ്ഞു പെണ്ണിന്റെ ബ്രദറും അവരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് അവന്റെ കുഞ്ഞു പെങ്ങളുടെ പവർ അത് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവൻ വീണ്ടും വീണ്ടും റാഞ്ചിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇൻ കേസ് എന്റെ സിസ്റ്റർക്ക് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ. പക്ഷെ റാഞ്ചി ആണെങ്കിൽ അവന്റെ ടെൻഷനിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ മുൻപോട്ടേക്ക് പോവും. അതില് കൺട്രോൾ പോയ ആ ഒരു ഹോളോ അവൻ അങ്ങനെ ഓടി വന്ന് ഇപ്പോ നമ്മുടെ റാഞ്ചിയെ തൂക്കിയെടുക്കുകയാണ്. റാഞ്ചി ആണെങ്കിൽ നിലവിളിക്കും, എന്നെ വിട്, മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കി വിട്. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവന്റെ ഹോലോ അനുജത്തിയുടെ പേര് ഉച്ചത്തിൽ വിളിച്ച് മുൻപോട്ടേക്ക് ഓടുകയാണ്. അല്പദൂരം മുൻപോട്ടേക്ക് ഓടേണ്ട താമസം അവൻ കാല് തെന്നി അങ്ങനെ താഴേക്ക് അടിച്ചു വീഴും. റാഞ്ചിയുടെ തലയാണെങ്കിൽ ആ ഫ്ലോറിൽ അങ്ങനെ കുത്തി ഇറങ്ങുകയാണ്. റാഞ്ചി ആണെങ്കിൽ വേദന കൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും. അടുത്ത നിമിഷം അവൻ റാഞ്ചിയുടെ ദേഹത്ത് നിന്ന് കൈയെടുക്കും. റാഞ്ചി എഴുന്നേറ്റ് വന്ന് ആ ബ്രദർ ഹോളോയെ അങ്ങനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ആ ഹോളോ ആണെങ്കിൽ വീണ്ടും റാഞ്ചിയുടെ മുൻപിലിരുന്ന് അവന്റെ സിസ്റ്ററിന്റെ പേര് വിളിച്ച് കരയും. കൺട്രോൾ പോയ റാഞ്ചി, യു ആർ അൺബിലീവബിൾ. നിന്റെ സിസ്റ്റർ മാത്രമല്ല, ഇപ്പൊ നിനക്ക് നിന്റെ ബ്രദറിനെ നഷ്ടമായി. എന്റെ പിന്നാലെ വന്നാൽ ഒരിക്കലും നിനക്ക് നിന്റെ സിസ്റ്ററിനെയും ബ്രദറിനെയും കണ്ടെത്താനാവില്ല. ഞാൻ അന്വേഷിച്ചു പോകുന്നത് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സാധാരണ ഹ്യൂമൺ ആയിരുന്ന ഒർഹിബയാണ്. അവളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. സോ ദയവ് ചെയ്ത് എന്റെ പിന്നാലെ വരരുത്. അത് കേട്ട ഹോളോ ബ്രദറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ റുക്കിയ അവളങ്ങനെ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ചാടി ഓടി വരികയാണ്. അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോൾ തന്നെ മുടിയൻ സാധുവിന്റെയും കണ്ണാടിപ്പയ്യന്റെയും സ്പ്ലിറ്റ് പ്രഷർ അതിപ്പോ നല്ല രീതിയിൽ അവളെ കൊണ്ട് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. റുക്കിയയ്ക്കാണെങ്കിൽ അവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവളുടെ മുൻപിൽ ഒട്ടും സമയമില്ല. അവരുടെ പ്രധാന ലക്ഷ്യം അത് ഒർഹിബയാണ്. കണ്ണാടിപ്പയ്യനും മുടിയൻ സാധുവും അവർ രണ്ടുപേരും നിസ്സാരക്കാരല്ല. തീർച്ചയായിട്ടും അവർക്കൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിൽ കരുതി അവൾ മുൻപോട്ടേക്ക് പോവും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ഡോർ അവൾ കാണുകയാണ്. അവൾ ആ ഡോറിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അടുത്തൊരു ബിൽഡിങ്ങിലേക്കുള്ള പാസേജ്. റുക്കിയുടെ ഹാർട്ട് ബീറ്റും പേടിയും അതങ്ങനെ ഒരുപോലെ കൂടി കൂടി വരും. പക്ഷേ അവൾ സമചിത്തതയോടുകൂടെ മുൻപോട്ടേക്ക് പോവും. അടുത്ത നിമിഷം ദൂരത്തായിട്ട് അവൾ ഒരു അരങ്കാരനെ കാണുകയാണ്. അത് അവളെ കാണേണ്ട താമസം അകത്തേക്ക് കയറിപ്പോവും. റുഖിയയും രണ്ടാമൊന്നും ചിന്തിക്കാതെ അതിന്റെ പിന്നാലെ പോവാണ്. അവള് ആ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വരേണ്ട താമസം ആ അരങ്കാറ് അത് റുഖിയോട് പറയും, എനിക്ക് വെളിച്ചം ബുദ്ധിമുട്ടാണ്, എനിക്ക് വെളിച്ചത്ത് ജീവിക്കാനാവില്ല, ഞാൻ ജീവിക്കുന്നത് ഇരുട്ടിലാണ്. ഓലോ ആണെങ്കിൽ അവന്റെ മാസ്ക് അത് റിമൂവ് ചെയ്യും. അവന്റെ ഫേസ് കണ്ട് അവള് ഞെട്ടുകയാണ്. അത് റുഖിയുടെ പഴയ മാസ്റ്ററാണ്. അവനെങ്ങനെ ഈ ഹോളോ വേൾഡിലേക്ക് എത്തിയും ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആയി ഷോക്കായി അവനെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.